അങ്ങനെ സച്ചു റസലും വരുന്നതിന് മുന്നേ എങ്ങാനും പ്രസവിക്കുമോ എന്നുള്ള ടെൻഷനും കൂടെ വിരാമം ഇട്ടുകൊണ്ട് അവരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ കൂടെ സന്തോഷമായിട്ട് പ്രസവിക്കാം. ആഹാ, കേൾക്കാൻ എന്താ രസം. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പേടിയൊക്കെ പോയിട്ട് വേറെ ഏതോ ഒരു പ്രത്യേക അവസ്ഥയിലോട്ട് ഞാൻ കയറിയിട്ടുണ്ടേ. കാരണം ഇനി പേടിച്ചിട്ട് കാര്യമില്ല. ആകെ 3-4 ദിവസം ഉണ്ടാവും. അതിനുള്ളിൽ ഇൻഷാ അല്ലാ ബേബി വരും. ആക്ച്വലി ബേബീനെ കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും നല്ലോണം ഉണ്ട് കേട്ടോ. പക്ഷേ പ്രസവം എന്നുള്ള ആ ഒരു പ്രൊസീജിയറിനോടുള്ള ഒരു പേടി, അത് മാത്രമാട്ടോ എൻ്റെ പ്രശ്നം. സച്ചു വന്ന പാടെ അവൾ ആദ്യം കൊണ്ടുപോയത് അവൾ കുറേ കാലമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന ഒരു സ്ഥലത്താട്ടാ. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ഡേ ടു ഡേ. ശരിക്കും പറഞ്ഞാൽ ഇവളുടെ കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് ഇവൾ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞിരുന്ന കേട്ടോ. എന്നിട്ടിപ്പോൾ വന്നതോ എനിക്കൊന്നും മര്യാദയ്ക്ക് നടക്കാനോ അല്ലെങ്കിൽ അല്ലാതെ ഒന്ന് കൊണ്ടുനടന്ന് കാണിക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനിലായേ. എന്നാലും ബേബി ഉണ്ടാവുന്ന ആ ഒരു മൊമെൻറ്റിൽ എല്ലാവരും ഇങ്ങനെ കൂടെ ഉള്ളത് അതും ഒരു സന്തോഷമാണല്ലോ. ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ മാക്സിമം എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോയി പ്രസവിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ബൈ ദ വേ, സച്ചുവിൻ്റെ അടുത്തൊരാഗ്രഹമായിരുന്നു അൽബൈക്ക് കഴിക്കണം എന്നുള്ളത്. അതും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്.